ഓക്കെ, അപ്പോൾ നമ്മൾ 2 വീക്സ് ബാക്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ലാസ്റ്റ് വീക്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 3 ടോപ്പിക്ക് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മോഡ്യൂൾ 4 ആണെന്ന് തോന്നുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആ ഒരു ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി MCQയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ചെറിയൊരു പോർഷൻ മാത്രം ഉള്ളത് കൊണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ഡെപ്തിലോട്ട് പോകാത്തത് കൊണ്ടും നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബേസിക് ഐഡിയാസ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. പറയുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ കഴിഞ്ഞ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്ന കുറച്ച് കണ്ടന്റും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോവാം. ജസ്റ്റ് ഒരു റിവൈസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ചിലപ്പം മേ ബി നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് തോന്നിയേക്കാം, കാരണം അത്രയും ഡെപ്തിൽ പോകണ്ടാത്തത് കൊണ്ട്. അല്ല, ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂടുതൽ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഈ ഒരു ടോപ്പിക്കിൽ. അപ്പൊ ഇന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാത്രമാണ് നോക്കുന്നത്. നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സും കൂടെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞതും റിവൈസ് ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദ കണ്ടക്ടർ? എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഡിവൈസിനെ ഒരു സിസ്റ്റത്തിനെ എടുക്കുകയാണെങ്കിൽ, ഒരു കണ്ടക്ടറിനെ എടുക്കുകയാണെങ്കിൽ, ആ ഒരു കണ്ടക്ടർ എടുത്ത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിന്റെ അകത്തുള്ള അതിന്റെ അകത്തുള്ള ഫീൽഡ് എന്താണ് എന്നാണ് ചോദ്യം വരുന്നത്. എന്തായിരിക്കും ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ആൻസർ വരുന്നത് 0 ആണ്. നമ്മുടെ ആൻസർ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ 0 ആണ് ആൻസർ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി അറിയാലോ, ഫ്രീ ആയിട്ടുള്ള ചാർജസ് അതിന്റെ അകത്ത് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ നമ്മൾ ഒരു ഫീൽഡ് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. ഈ ഫീൽഡിന്റെ അകത്തേക്ക് നമ്മൾ ഒരു കണ്ടക്ടർ ഇങ്ങനെ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്തിരിക്കുന്ന ഫ്രീ ചാർജസ് ഒക്കെ, ഇപ്പോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇങ്ങനെ ഫ്രീ ചാർജസ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ചാർജസിനെ എല്ലാം ഈ ഫീൽഡിന്റെ ഡയറക്ഷനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ സൈഡിലേക്ക് അലൈൻ ചെയ്യും. ഓക്കെ, ഡയലക്ട്രിക് പഠിച്ചാണ് പോളറൈസേഷനെ പറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബേസിക്കലി അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷനെ അടിസ്ഥാനപ്പെടുത്തി ചാർജസിനെ എല്ലാം 2 സൈഡിലേക്ക് അലൈൻ ചെയ്യുകയും. സോ അതിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. സിലിണ്ടറിക്കൽ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ സർഫസിലേക്ക് ഈ ചാർജസിനെ എല്ലാം കൂടെ അത് മൂവ് ചെയ്യിച്ച് കളയും. ഓക്കെ, സോ നെറ്റായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, മൊത്തത്തിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ സെൻട്രൽ പോർഷനിൽ 0 ആയിരിക്കും അതിന്റെ അകത്തുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കണ്ടക്ടറെ എടുത്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന്റെ അകത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ചാർജസിനെ എല്ലാം അതിന്റെ എൻഡ് റീജിയൻസിലേക്ക് അല്ലെങ്കിൽ 2 എൻഡിലേക്ക് മൂവ് ചെയ്യുകയും ദെൻ അങ്ങനെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജസും, ഇവിടെ നോക്കാം, ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജിലും ഈ ഒരു എൻഡിൽ നെഗറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാവുക. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും ഈ 2 സൈഡിൽ ഉണ്ടാവുക. സോ നെറ്റ് ആയിട്ട് അകത്തുണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 എന്നാണ് നമ്മുടെ കോൺസെപ്റ്റ് വരുന്നത്. ഇതൊക്കെ വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെയാണ് ഇങ്ങനെ ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് അത്രയും ഡെപ്തിലൊന്നും സിലബസ് കണ്ടിട്ട് അത്രയും ഡെപ്തിൽ ചോദിക്കുമെന്ന് തോന്നുന്നില്ല. എങ്ങാനും ചോദിക്കണം, മനസ്സിലാക്കി വെക്കുക. ഇൻസൈഡ് എ കണ്ടക്ടർ എന്ന് പറയുകയാണെങ്കിൽ, ഒരു കണ്ടക്ടർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് അതിന്റെ സെൻട്രൽ പോർഷനിൽ ഇ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇ വിൽ ബി ഈക്വൽ ടു 0. സ്പെഷ്യൽ കേസസ് ഒക്കെ ഉണ്ട്, ഈക്വൽ ടു 0 ആവാത്ത കേസസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ ഇ വിൽ ബി ഈക്വൽ ടു 0 എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് കൊണ്ട് വെക്കുമ്പോൾ അതിന്റെ അകത്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അതിന്റെ തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ക്യാവിറ്റി ഓഫ് എ ഹോളോ ചാർജ് കണ്ടക്ടർ? ഇതും ആപ്ലിക്കേഷൻ ലെവലാണ്, ഇത്രയും ഡെപ്തിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ക്യാവിറ്റി ഓഫ് എ ഹോളോ ചാർജ് കണ്ടക്ടർ? ഇത് ഫസ്റ്റ് പറഞ്ഞ കേസിന്റെ തന്നെ മറ്റൊരു സ്പെഷ്യൽ കേസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും.
എനിക്ക് തോന്നുന്നു ഗോസസ് ലോ ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോസസ് ലോ ആണെങ്കിലും ശരി, ബാക്കി ബയോസോഴ്സ് ലോ ഒക്കെ ആണെങ്കിലും ശരി, ഓരോ ഡിഫറെന്റ് ടൈപ്പ്, സിലിണ്ടറിക്കൽ, സ്ഫെറിക്കൽ, ലൈൻ കണ്ടക്ടർ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ആപ്ലിക്കേഷൻസിലൊക്കെ വരുന്ന ഒരു ചോദ്യമാണിത്. ഇപ്പോൾ ഒരു ഹോളോ കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ചോദ്യം. അപ്പൊ ഹോളോ കണ്ടക്ടർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ബേസിക്കലി ഒരു അകം പൊള്ളയായിട്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സ്. ദാറ്റ് മീൻസ് അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സറൗണ്ടിങ്സിൽ കൂടി, അതിന്റെ സർഫസിൽ കൂടി മാത്രമായിരിക്കും ചാർജിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു കേസിലുള്ള ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ഹോളോ കണ്ടക്ടറിന്റെ അകത്തുള്ള അതിന്റെ അകത്തെ ക്യാവിറ്റിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഇവിടെയും ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതെന്ന് പറയുന്നത് പ്യുവർ ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ഹോളോ കണ്ടക്ടറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്, ഹോളോ കണ്ടക്ടർ ആണ്. ഹോളോ മീൻസ് അകത്ത് പ്രത്യേകിച്ച് മാറ്റേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. സോ അതിന്റെ അകത്തും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് അതിനകത്തൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഹോളോ കണ്ടക്ടറിന്റെ ഒക്കെ ഇതുവഴി ആയിരിക്കാം ചാർജ് ഫ്ലോ ഉണ്ടാകുക എന്നൊരു ചോദ്യം ചോദിക്കാം. സോ സ്വാഭാവികമായിട്ടും അതിന്റെ സർഫസിൽ കൂടി ആയിരിക്കും അതിന്റെ ചാർജ് ഫ്ലോ. ദാറ്റ് മീൻസ് അതിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ സർഫസിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്തെ ക്യാവിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ സ്പെഷ്യൽ കേസ് ചോദിക്കില്ല, എങ്ങാനും ഇങ്ങനെ ചോദിക്കുകയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിന്റെയോ അല്ലെങ്കിൽ ഹോളോ കണ്ടക്ടറിന്റെയോ ഒക്കെ അകത്ത് കേസിന്റെ ചോദിക്കുകയാണെങ്കിൽ 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്പെഷ്യൽ കേസ് നമുക്ക് സ്പെറിക്കൽ കേസിലൊക്കെ ചില സ്പെഷ്യൽ കേസ് ഒക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ജനറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 0 വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇത് കുറച്ച് ഡെപ്തിൽ പോകുന്നതാണ്. ഈ 2 ക്വസ്റ്റിനെ പറ്റി നിങ്ങൾ കൂടുതൽ വറി ചെയ്യേണ്ട. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഓൺ മൂവിംഗ് എ ടെസ്റ്റ് ചാർജ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ആരെങ്കിലും? 0. ഓക്കെ, 0 ആണ് ആൻസർ വരുന്നത്. അതിന് മുമ്പ് നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്തായിരുന്നു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഒരു സർഫസിലെ എല്ലാ പോയിന്റും എടുക്കുമ്പോഴും അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ, അതിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നുകൊണ്ട് വിളിക്കുന്നത്, അല്ലെ? ബേസിക്കലി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്കിനെയാണ് ബേസിക്കലി നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു സർഫസിലെ പൊട്ടൻഷ്യൽ എല്ലാം സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഒരു പോയിന്റ് ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതൊരു ഇക്വിപൊട്ടൻഷ്യലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് PSCക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇലക്ട്രിക്കലിന്റെ ഈ ബേസിക് ആയിട്ടുള്ള എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യേണ്ട എനർജി, വർക്ക് ഡൺ എന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതിന്റെ വരുന്നത് 0 ആണ് ഉത്തരം വരുന്നത്. ഇക്വിപൊട്ടൻഷ്യലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി വെക്കുക, അതാണ് ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. Next, the ability of concentrating the electric flux in a dielectric or insulator is called. The ability of concentrating the electric flux in a dielectric or insulator is called permittivity, gravitational constant, electrostatic force, electric flux. ഇത് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ആരെങ്കിലും പറഞ്ഞത് മറ്റൊരു രീതിയിലാണ് പറഞ്ഞതേ ഉള്ളൂ. സൗണ്ട് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ, ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, കേൾക്കാം സാർ. സൗണ്ട് വളരെ കുറവാണെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ ഇഷ്യൂ ആണോന്ന് അറിയില്ല. ഹലോ, ബാക്കി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സൗണ്ട് കുറവല്ലോ ഉണ്ടോ? ഇല്ല, കുറവൊന്നും എനിക്ക് തോന്നുന്നില്ല. ആണോ? എന്നാ ഇപ്പൊ പറഞ്ഞ ആ വ്യക്തി ഒന്നുകൂടെ ഒന്ന് നോക്കുക കേട്ടോ. എനിക്ക് വേറെ ആരും ശരി. ഓക്കെ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആരെങ്കിലും ഒന്ന് പറയാവോ? പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി ആണ്. നമ്മള്
ഏതാണ് കൊളംസ് ലോ പഠിച്ചപ്പോൾ നമ്മൾ പെർമിറ്റിവിറ്റിയെ പറ്റി കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്നാണ് ഞാൻ ഡെഫിനിഷനിൽ പറഞ്ഞു തന്നത്. എത്രത്തോളം ഇലക്ട്രിക് ഫ്ലെക്സിനെ ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തെന്ന് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുള്ളൂ. ദ എബിലിറ്റി ഓഫ് കോൺസെൻട്രേറ്റിംഗ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ എ ഡയലക്ട്രിക്കൽ ഓർ ഇൻസുലേറ്റർ ഈസ് കോൾഡ് ആസ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റിയാണ് അതിന്റെ ആൻസർ വരുന്നത്. സോ ഇലക്ട്രിക് ഫ്ലക്സിനെ എത്രമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ. ഇങ്ങനെ തന്നെയാണ് ഞാൻ പെർമിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പെർമിറ്റിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ വരുന്നത് പെർമിറ്റിവിറ്റിയുടെ. അപ്പോൾ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എന്തായിരുന്നു? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ആരെങ്കിലും? 8085 8.85 into 10 raised to 8.85 10 raised to minus 12. യൂണിറ്റ് എന്തായിരുന്നു? യൂണിറ്റ് അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. അന്ന് ഞാൻ പറഞ്ഞതാണ് മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നു അല്ലല്ലോ? കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ. കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ അത്രയും വലിയ സാധനം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഫാരഡ്സ് പെർ മീറ്റർ എന്ന് പറയുന്ന മീറ്റർ അല്ലായിരുന്നു. ഫാരഡ്സ് പെർ മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, PSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഞാൻ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം PSCക്ക് ചോദിച്ചിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ ആണ് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൽ ഇതിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ. അതിനുശേഷം അവർ ആ യൂണിറ്റ് ഫാരഡ്സ് പെർ മീറ്റർ, ഹെൻറി പെർ മീറ്റർ എന്നൊക്കെ പറഞ്ഞ് ചേഞ്ച് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ 8.854 into 10 raised to minus 12 ഫാരഡ്സ് പെർ മീറ്റർ എന്നാണ് ഞാനത് യൂണിറ്റ് മേ ബി അതിന്റെ വരുമ്പോൾ ഈക്വലന്റ് ആയിട്ട് ആയിരിക്കാം പെർ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് പ്രീവിയസ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ആ സെയിം രീതി ഫ്ലെക്സ് ആയിട്ട് ഒരിക്കലും ചോദിക്കേണ്ട കാര്യം വരുന്നില്ല. ഐ മീൻ ഇൻ ടേംസ് ഓഫ് നോക്കട്ടെ ഒരൊറ്റ മിനിറ്റ്. കിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, എനിക്കൊന്ന് ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ബ്രേക്ക് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. എനിക്ക് എല്ലാവരെയും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഫാരഡ്സ് പെർ മീറ്റർ എന്നുള്ള യൂണിറ്റ് അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മേ ബി ഈക്വലന്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. പക്ഷെ മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫാരഡ്സ് പെർ മീറ്റർ എന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ ഇതിന്റെ കൂടെ തന്നെ നമുക്കൊന്ന് മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യാം. ഈ സെയിം രീതിയിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് നമുക്ക് പറയാൻ സാധിക്കുക? പെർമിയബിലിറ്റി എന്നൊരു സാധനം, മ്യൂ എന്നൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പെർമിയബിലിറ്റി ആണ്. ഓക്കെ, സോ പെർമിറ്റിവിറ്റി എന്താണോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത് അതിന്റെ സെയിം കാര്യം തന്നെയാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ വരുമ്പോൾ പെർമിയബിലിറ്റി എന്ന് പറയുന്ന പാരാമീറ്റർ വരുന്നത്. സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so next, relative permittivity is called as also called dielectric constant. True, false, depends on medium, none of the above. True ആണ് ബേസിക്കലി. അതിനു മുമ്പ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? പേരിൽ തന്നെ എന്തിനെയോ ഒരു പാരാമീറ്ററിലോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ ബേസിക്കലി relative permittivity epsilon r is equal to epsilon by epsilon naught. ഇതാണ് ഇക്വേഷൻ വരുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി.
ഓക്കെ. സോ എൻ്റെ കയ്യിൽ ഒരു ടൈപ്പ് ഓഫ് മീഡിയം ഉണ്ട്. ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിനെ ഞാൻ ഒരു വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റേഷ്യോനെയാണ് ഞാൻ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ഇതിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് എന്ന് പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്ന പെർമിറ്റിവിറ്റി തന്നെയാണ്. സോ ദാറ്റ് വിൽ ബി എ ഡയമെൻഷൻ ലെസ് പാരാമീറ്റർ. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ലെസ് പാരാമീറ്റർ ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയത്തിനെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അതിനെ തന്നെ നമ്മൾ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ബേസിക്കലി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിന്റെ ആ ഒരു പെർമിറ്റിവിറ്റിയുടെ ആ വാല്യൂവിനെയാണ് ബേസിക്കലി നമ്മൾ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡയലക്ട്രിക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഡയലക്ട്രിക് പ്രോപ്പർട്ടി, ആ ഒരു മെറ്റീരിയലിനെ ഞാൻ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെക്കുമ്പോൾ എത്രത്തോളം ആ ഒരു ഡയലക്ട്രിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവന് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആ മെറ്റീരിയലിന്റെ ആ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ വീണ്ടും ആ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടി വരികയാണ്. അപ്പോൾ എത്ര ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് അതിനകത്തോട്ട് എക്സേർട്ട് ചെയ്യുമല്ലോ, പക്ഷെ ആ ഒരു ഫോഴ്സ് എത്രമാത്രം അവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു നിമിഷം ഒരു സർട്ടൺ പോയിന്റ് കഴിയുമ്പോഴേക്കും അവനത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ അവന് ആ ഒരു ഡയലക്ട്രിക് ബിഹേവിയർ നശിപ്പിച്ച് കളയേണ്ടി വരും. ഓക്കെ. സോ എത്രത്തോളം അവന് ആ ഡയലക്ട്രിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ ഒരു സ്ട്രെങ്ത്തിന്റെ ആ ഒരു ലെവല് കഴിഞ്ഞും ഇലക്ട്രിക് ഫീൽഡ് വരുവാണെങ്കിൽ അവൻ്റെ ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ അതിനെയാണ് നമ്മൾ ഡയലക്ട്രിക് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നെയാണ്. വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്താണ് ആ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി, ഓക്കെ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്, ദെൻ എന്താണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, എന്താണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രമാത്രം ആ ഒരു മെറ്റീരിയൽ, ആ ഡയലക്ട്രിക് മെറ്റീരിയലിന് അവന്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ആ ഒരു ലിമിറ്റിനെ ആണെങ്കിൽ ആ ഒരു അപ് ടു ഒരു എക്സ്റ്റെന്റ് ആണല്ലോ, ആ എക്സ്റ്റെന്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ബിയോണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. സോ ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൊണ്ട് പറയാൻ സാധിക്കുന്നത്. അതിന്റെ ആൻസർ ദാറ്റ് ഈസ് ബോത്ത് ആർ ഈക്വൽ. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും ഡയലക്ട്രിക് കോൺസ്റ്റന്റും ഈക്വൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ നെക്സ്റ്റ്, when the permittivity of any medium depends on the ratio of resultant density and electric field strength, which is called absolute permittivity. True or false? That means when the relative permittivity of any medium depends upon ratio of resultant density D and electric field strength E. Sorry, E. Epsilon alla E ആണ്. Is called as absolute permittivity. Absolute permittivity. Epsilon naught. True or false? D by E is equal to absolute permittivity ആണോ എന്നാണ് ചോദ്യം. Yes or no? ആരെങ്കിലും? ഹലോ. Sir, question Depends on medium. Depends on medium. Question മനസ്സിലായില്ല എന്നാണ് ഒരു വ്യക്തി പറഞ്ഞത്. അതെ, ഒന്നുകൂടെ പറയാം. ചോദ്യം വന്നിരിക്കുന്നത് but the permittivity of any medium depends upon the ratio of resultant density and electric field strength E by E, which is called as absolute permittivity. So ചോദ്യം വന്നിരിക്കുന്ന D by E is equal to epsilon naught when a permittivity of a medium depends on the ratio of D by E, which is called as absolute permittivity. So ഇതാണ് D by E is equal to epsilon naught ആണോ എന്നാണ് ചോദ്യം. സോ ഇവിടെ നോക്കുക, ratio of resultant density and electric field intensity, that means D by E, which is called an absolute permittivity. Okay, so D by E equal to epsilon naught ആണോ എന്നാണ് നമ്മുടെ ചോദ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മുടെ ചോദ്യം.
ശരിയാണ്. ട്രൂ ആണ്. ശരിയാണ്, ട്രൂ ആണ്. കാരണം നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ പഠിച്ചപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സോ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഡി ബൈ എപ്സിലോൺ ഈസ് ഈക്വൽ ഡി ബൈ ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട്, ദാറ്റ്സ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഇത് ജസ്റ്റ് ഒരു കഥയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സോ ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്താണ് ഈ ഒരു ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ എന്ന് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് എന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. സോ ഡി ബൈ ഇ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഇതേ സാധനം നമ്മുടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ വരുന്നുണ്ട്. ആ ഇക്വേഷൻ ഏതാണ്? B is equal to mu naught into H എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ ഒരു ടാബുലർ കോളം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ D is equal to epsilon naught E എന്താണോ അത് തന്നെയാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ B is equal to mu naught into H എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുമാണ്. അവിടെ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് വരുന്നത്. സോ ഡി ബൈ ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഇത് PSCക്ക് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ളതാണ്. അന്ന് ചോദിച്ച ചോദ്യം എന്താണെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം. ഒരു സിംഗിൾ ഒരു ഡെഫിനിഷൻ രീതിയിലായിരുന്നു ചോദ്യം. സോ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ എപ്സിലോൺ നോട്ട് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ആണ്. സോ ആ ഒരു റിലേഷൻ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. സോ മനസ്സിലാക്കി വെക്കുക. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ എന്ന് പറയുന്ന ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് dash permittivity is a ratio of the absolute permittivity of a material to the absolute permittivity of a vacuum or free space. Reference free relative medium. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. Relative permittivity is equal to permittivity of a medium by to the free space. Already നമ്മൾ പറഞ്ഞ കാര്യമാണ്. ചോദിക്കുന്നത് dash permittivity is a ratio of absolute permittivity of a material. ഇതാണ് permittivity of a material to the absolute permittivity of the vacuum or free space to the free space. So ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഇക്വേഷൻ പറയുന്നത്. സോ ആൻസർ വിൽ ബി റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, name the law that states the force between electric charges. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കൂളംസ് ലോ ആണ്. അതിലെ ഏതൊക്കെ ലോസ് ആണ്? ഓംസ് ലോ എല്ലാവർക്കും അറിയാം. എന്താണ് ലോ? ഓംസ് ലോ ഒരാള് ഇപ്പം പറഞ്ഞ കാര്യമാണ്. V is equal to I into R ശരിയാണ്. അതിന്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. നമ്മുടെ ഓംസ് ലോ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ ഓംസ് ലോ വാലിഡ് ആവുള്ളൂ. നമ്മൾ എപ്പോഴും പറയാം V is equal to I into R, V is equal to I എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഓർത്ത് വെക്കുക അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യം നമ്മൾ ഡെഫിനിഷനിൽ വളരെ വിരളമായിട്ട് നമ്മൾ പറയാറുള്ളൂ. പക്ഷേ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ ഓംസ് ലോ വാലിഡ് ആയിരിക്കുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ബാക്കി V is proportional to I. Faraday's law of electromagnetic induction എന്താണ്? എന്താണ്? എന്താണ് Faraday's law? അറിയില്ല പറയാൻ. E is equal to d phi by dt. d phi by dt അതാണ് Faraday's law. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും. സോ ആംബിയസ് സർക്യൂട്ടൽ ലോ, ആംബിയസ് സർക്യൂട്ടൽ ലോ എന്നും പറയാറുണ്ട്, ആംബിയസ് ലോ എന്നും പറയാറുണ്ട്. അത് നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കുളംസ് ലോ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ്
What happens to the force acting between the charged particle if the distance between these charged particle is halved? 4 times. എത്രയാണ്? Increase by 4 4 times. times. Increased by 4. ഏത് ലോയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് പറയാൻ സാധിക്കുക? Coulomb's law. Coulomb's Coulomb's law. law. Distance എന്ന് പറയുന്നത് എങ്ങനെയാണ് റിലേഷൻ ഇരിക്കുന്നത്? 1 by 4 pi epsilon 0 Q1 Q2 by R square. 1 by R square inversely proportional to square of the difference, square of the distance ആണ് അല്ലെ. സോ ഇവിടെ ഡിസ്റ്റൻസ് ഹാഫ് ആണ് പറയുന്നത്. സോ R by 2 ആണ്. സോ R by 2 ഹോൾ സ്ക്വയർ വരും. സോ R square by 4. സോ 4 എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോഴേക്കും 4 ടൈം ഇൻക്രീസ് ബൈ 4 ടൈംസ് ആണ് വരുന്നത്. സോ നമ്മുടെ F ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by R സ്ക്വയർ ആണ് റിലേഷൻഷിപ്പ് വരുന്നത്. സോ ഇവിടെ R ഹാഫ് ആണ് ആയിരിക്കുന്നത്. സോ എഫക്റ്റീവ്ലി R by 4 വരും. സോ എഫ് എന്ന് പറയുന്നത് 4 ടൈംസ് ആവും. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ ഇവിടെ ഇങ്ങനെ ചോദിക്കാം, ഇൻ ടേംസ് ഓഫ് ചാർജ് ചോദിക്കാം. ഇവിടെ ചാർജ് ഡബിൾ ആകുകയാണ്, ചാർജ് ഹാഫ് ആകുകയാണ് എന്നൊക്കെ ചോദിക്കാം. സോ സെയിം റിലേഷൻഷിപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് Q1 and Q2 ആണ് വരുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരും, ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. സോ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. The capacity of parallel plate condenser is depends on the condenser means capacitor ആണ് ചോദ്യം വന്നിരിക്കുന്നത്. Capacity of parallel plate condenser is depends on separation between the plates, metal used on the construction, thickness of the plate. Thickness of the plate രണ്ടെണ്ണം വന്നിട്ടുണ്ടല്ലേ. Separation between plates. Separation between the plates. എന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? Epsilon Epsilon 0 0 A by D. A by D അന്ന് എനിക്കൊന്ന് നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്താന്ന് തോന്നല്ലേ. എപ്സിലോൺ Z is equal to എപ്സിലോൺ A by D ആണ് ഇക്വേഷൻ വരുന്നത്. A എന്ന് പറയുന്നത് സർഫസ് ഏരിയ വരും, D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് വരുന്നത്. സോ capacitance is directly proportional to area, inversely proportional to distance between the plates ആണ്. അത് അന്ന് എനിക്ക് തോന്നുന്നു അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്റെ ഓർമ്മ, പാരലൽ പ്ലേറ്റ്സ് കപ്പാസിറ്ററിന്റെ കാര്യങ്ങൾ. Then what does an electric dipole experiences when it is kept in the non-uniform electric field? Non-uniform electric field വളരെ ഇമ്പോർട്ടന്റ് ആണ്. Non-uniform. Force and torque. Torque apply. ഫോഴ്സ് ആൻഡ് ടോർക്ക് ആണ് നമുക്ക് എന്താ വരുന്നത്. സ്വാഭാവികമായിട്ട് ഫോഴ്സ് ഉണ്ടാവും നമുക്കറിയാം. ഫോഴ്സ് നമ്മൾ തുടക്കം പോലെ പഠിച്ചു വരുന്ന കാര്യമാണ്. ഫോഴ്സ് ഉണ്ടാവും നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതൊരു ലീനിയർ അല്ല, ആ ഒരു ഫീൽഡ് ലീനിയർ അല്ല, നോൺ ലീനിയർ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഡൈപോൾ എന്താണ്? ഡൈപോൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ആൻഡ് ഇത് രണ്ട് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതൊരു നോൺ യൂണിഫോം ആയിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് നോൺ യൂണിഫോം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഈ രണ്ട് ചാർജസിലും ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും ആ രണ്ട് ചാർജിലും എക്സേർട്ട് ആവുന്നത് അല്ലെ. അപ്പൊ ആ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ടോർക്ക് അവന് ഫീൽ ചെയ്യും. ഓക്കെ, ഫോഴ്സ് ഒബ്വിയസ്ലി അവിടെ ഫോഴ്സ് ഉണ്ട്. അതിപ്പം ഏത് ചാർജ് ഏത് ഫീൽഡ് ആണെങ്കിലും ഒബ്വിയസ്ലി അവിടെ നമുക്ക് പറയാൻ സാധിക്കും ഫോഴ്സ് ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ടോർക്ക് വരാൻ കാരണം ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ടോർക്കും കൂടെ എക്സേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു ഫീൽ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം, ഇത് മറ്റൊരു രീതിയിൽ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ മേ ബി ഒരു ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ്, ഒരു സേർട്ടൺ ഒരു ആംഗിൾ കൂടെയാണ്, ഇത്രയും ഒരു ആംഗിൾ മേക്ക് ചെയ്ത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരികയാണ് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് അവിടെ ഒരു ടോർക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് ടോർക്ക് ജനറേറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അത്രയും അങ്ങനെ ചോദിക്കില്ല, കാരണം ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോവും, കൺഫ്യൂസിങ് ആയിപ്പോവും. സോ അവിടെ ഒരു ചോദ്യത്തിൽ നോൺ യൂണിഫോം വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു പോയിന്റ് ഇതാണ്. ഈ ഒരു നോൺ യൂണിഫോം എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. സോ ഒരു നോൺ യൂണിഫോം
ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈപോളിൽ ഒരു ടോർക്കും കൂടെ ഫീൽ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫോഴ്സ് ഒബ്വിയസ്ലി നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു ടോർക്കും കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ബിക്കോസ് നോൺ യൂണിഫോം ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ചു നോക്കണം. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ടോർക്ക് ഫീൽ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഫോഴ്സ് ആൻഡ് ടോർക്ക് ആണ് അതിന്റെ ആൻസർ വരുന്നത്.